Hello, this is Malayalam Tutorials in മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിലെ കൊളാപ്സിബിൾസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് കൊളാപ്സിബിൾസ്? വളരെ സിമ്പിൾ ആണ്. ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം പ്രത്യക്ഷപ്പെടും, വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം അപ്രത്യക്ഷമാവും. ഇതിനാണ് കൊളാപ്സിബിൾസ് എന്ന് പറയാം. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിചയപ്പെടാം. നമ്മളൊരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ ഡാറ്റ ടോഗിൾ എന്നുള്ളത് നമ്മൾ ആദ്യം കൊടുക്കണം. കൊളാപ്സ് ഒരു ടോഗിൾ പ്രോപ്പർട്ടി ഉണ്ട്. ടോഗിൾ പറഞ്ഞാൽ ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന, സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്നാണ് ടോഗിൾ എന്ന് പറയുന്ന വാക്കിനർത്ഥം തന്നെ. ഓക്കെ, അപ്പോൾ ഡാറ്റ ടോഗിളിന് ശേഷം നമ്മൾ ഡാറ്റ ടാർഗറ്റ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ടാർഗറ്റ് ആയിരുന്നു നമ്മൾ ഒരു ഡെമോ എന്ന് പറയുന്ന ഒരാൾ ആഡ് ചെയ്ത്. എന്താണ് ഈ ഡെമോ? അത് നമുക്ക് താമസിയാതെ പരിചയപ്പെടാം. പിന്നെ നമ്മൾ ബട്ടണിന്റെ പുറത്തുള്ള ടെക്സ്റ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ബട്ടൺ, ഇതാണ് ബട്ടൺ. ഇതിന്റെ പ്രിവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബട്ടൺ ഇവിടെ ഉണ്ടാവും. ഇതിന് നമ്മൾ സ്റ്റൈല് ബൂട്ട്സ്ട്രാപ്പിന്റെ ബട്ടൺ ഫോർമാറ്റുകളൊന്നും കൊടുത്തിട്ടില്ല. ആ ക്ലാസ്സുകളൊന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ സബ്ജക്റ്റ് അല്ല, ഇപ്പോഴത്തെ സബ്ജക്റ്റ് അല്ല. അപ്പൊ ഇതിന് താഴെ നമുക്ക് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യേണ്ട ഭാഗം വേണം. അതാണ് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനൊരു ഐ ഡി നമ്മൾ ആഡ് ചെയ്യും. ആ ഐ ഡി ആണ് ഡെമോ. ഓക്കെ, ഇവിടെ കൊടുത്ത ഈ ഡെമോ ആണ് ഈ ഡെമോ. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഹാഷ് ഐക്കൺ കൂടെ അവിടെ വേണം. ഇവിടെ അതുണ്ടാവില്ല. ഓക്കെ, പിന്നെ നമ്മളൊരു ക്ലാസ് ആഡ് ചെയ്യും. എന്താണ് ക്ലാസ്? ക്ലാപ്സ്. നമ്മൾ മേലെ ആഡ് ചെയ്ത അതേ സംഗതി പോലെ തന്നെയാണ് താഴെ ക്ലാപ്സ് ആഡ് ചെയ്ത്. അതിനുശേഷം നമുക്കൊരു ടെക്സ്റ്റ് വേണം. ആ ടെക്സ്റ്റ് ആണിത്. ലോറം എപ്സം ഡോളം സിറ്റ് എന്തോ ആവട്ടെ, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് നിങ്ങൾ അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് നമ്മൾ ബട്ടൺ കൊടുത്തു, അതിന് ഡാറ്റ ടോഗിൾ, ഡാറ്റ ടാർഗറ്റ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്തു. ഡിവിഷനിൽ ആ ഐ ഡി കൊടുത്തു, ഒരു ക്ലാസും ആഡ് ചെയ്തു. ഇത്രേ ഉള്ളൂ. നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരാൾ താഴേക്ക് വരും, വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അതാണ് കൊളാപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇവിടെയൊക്കെ ഒരു ബ്രേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ഏരിയയിൽ നിങ്ങൾക്കത് കാണാം. ഓക്കെ, താഴേക്ക് ഇത്ര വന്നു, അത്രയും മുകളിലേക്ക് പോകും. അതാണ് കൊളാപ്സിബിൾസ്. ഇത് നമുക്ക് ഇതേ സംഗതി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതന്നെ നമുക്ക് കോപ്പി ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഈ ബട്ടൺ എന്നുള്ളിടത്ത് നമ്മൾ ലിങ്ക് ആവുമ്പോൾ ഇതാവും. അതുപോലെ തന്നെ ഡാറ്റ ടാർഗറ്റ് എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് പകരം ഇവിടെ ലിങ്കിന്റെ href എന്ന് പറയുന്ന പ്രോപ്പർട്ടി അവിടെ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു പരിചയം ഇങ്ങനെയാണല്ലോ, കഴിഞ്ഞാൽ ഉടനെ അത് ഇടുക എന്നുള്ളതാണ്. href നമ്മൾ ഇവിടെ ഡെമോ ഓൾറെഡി ഇവിടെ ഒരു ഐ ഡി കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഡെമോ 2 എന്ന് കൊടുക്കാം, ഇവിടെയും ഡെമോ 2 എന്ന് കൊടുക്കാം. ഡെമോ 2 പിന്നെ ഡാറ്റ ടോഗിൾ കൊളാപ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ലിങ്ക് നമ്മൾ വളരെ എന്താ പറയുക പുവർ ആയിട്ട് അല്ലേ, ഒരു ബട്ടൺ എന്നുള്ള നിലക്ക് അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ബട്ടൺ എന്നുള്ളത് ഇവിടെ ആക്കണം. ഓക്കെ, എന്നുള്ളത് ഒരു ലിങ്ക് ആയിട്ട് അവിടെ നിൽക്കണം. നമുക്ക് അതിനൊരു ബട്ടൺ ലുക്കിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാസ് ആഡ് ചെയ്യാം. കാരണം കാണാനൊരു ലുക്കില്ല, സലീംകുമാർ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് ബട്ടൺ ഇൻഫോ എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബട്ടന്റെ സ്റ്റൈൽ കാണാം. ഇനി അയാളെ താഴേക്ക് ഇറക്കണം എന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബട്ടൺ താഴെ. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ താഴേക്ക് വന്നു. മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് നീങ്ങി നിൽക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ഓക്കെ, സോ സിമ്പിൾ. അപ്പോൾ ലിങ്ക് ആണെങ്കിൽ എന്താണ് അതിന്റെ എക്സ്ട്രാ വരുന്ന എന്താണ്? ഒന്ന് ഡാറ്റ ടാർഗറ്റ് എന്നുള്ളതിന് പകരം href ആവും എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിന്റെ സ്റ്റൈല് വേണമെങ്കിൽ ഇവിടെയും ഇവിടെയൊക്കെ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ അതാണ് കൊളാപ്സിബിൾ എന്ന് പറയുന്ന സാധനം. ഇനി നമുക്ക് അതിന്റെ താഴെ പാനലുകളെയും ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്താം. ഞാൻ 2 BR ആഡ് ചെയ്തു. ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തത്, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു പാനൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇനി അതിനെ കൊളാപ്സ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഡിവിഷൻ, പതിവ് പോലെ എല്ലാം ഡിവിഷനിലാണ് പരിപാടി. പാനൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പാനൽ ഡീഫോൾട്ട് ഒരു പാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ പാനലിൻ്റെ ഉള്ളിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പാനൽ ഹെഡിങ്, പാനൽ ബോഡി, പാനൽ ഫൂട്ടർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാനൽ ഹെഡിങ് നമ്മൾ ആഡ് ചെയ്യാം. പാനൽ ഹെഡിങ്ങിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? പാനൽ ഹെഡിങ് നേരെ കൊടുക്കാം അല്ലെ. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാനൽ കാണാം, പാനൽ ഹെഡിങ് എന്ന് പറയുന്നത്. ഈ പാനൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ലിങ്ക് ആയിട്ട് മാറണം, റൈറ്റ്?
അങ്ങനെയാണ് നമുക്ക് ഇതിന് പകരം ഒരു ലിങ്ക് അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, AHREF എന്നിട്ട് നമുക്ക് ഏത് ലിങ്കിലേക്കാണ് പോകേണ്ടത് അതാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? കൊളാപ്സിബിൾ ആണ്. നമ്മളിവിടെ HREF ആഡ് ചെയ്തപ്പോൾ ഒരു ID ആണ് കൊടുത്തത്. അതേപോലെ നമ്മളിവിടെയും ഒരു ID കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് നമുക്ക് കൊടുക്കുക? ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു പേര്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ID നെയിം ആയിക്കോട്ടെ, കൺഫ്യൂഷൻ ആകട്ടെ. അത് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാറ്റ ടോഗിൾ ഈക്വൽ ടു കൊളാപ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാനൽ ടൈറ്റിൽ. ഇപ്പൊ എന്ത് കിട്ടി നമുക്ക് അഡ്വാൻറ്റേജ്? ഒന്ന്, ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും, കാരണം ഇത് നമ്മൾ യൂസ് ചെയ്തതിൽ ലിങ്കിന് ഉപയോഗിക്കുന്ന A എന്ന് പറയുന്ന ടാഗാണ്. പിന്നെ ഇതിന് നമ്മൾ ഈ രൂപത്തിൽ കൊളാപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ IDയും ഡാറ്റ ടോഗിൾ പ്രോപ്പർട്ടിയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആള് ലിങ്കിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് അടുത്ത ആള് വേണം. എന്താണത്? കൊളാപ്സ് ചെയ്യപ്പെടേണ്ട ആള് വേണം. അപ്പൊ അത് പാനലിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളാണ്. അതേസമയം പാനൽ ഹെഡിങ് അല്ല, പാനൽ ബോഡിയാണ് നമുക്ക് ആ രൂപത്തിൽ കൊളാപ്സ് ചെയ്യപ്പെടേണ്ടത് അല്ലേ? പാനൽ ബോഡിയും പാനൽ ഫൂട്ടർ എന്ന് പറയുന്ന ഭാഗവും നമുക്ക് കൊളാപ്സ് ചെയ്യണം നോക്കാം. അപ്പൊ അത് രണ്ടും നമുക്ക് വേറൊരു ഡിവിഷന്റെ ഉള്ളിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ഡിവിഷൻ, അതിനുള്ളിൽ നമ്മൾ ഡിവിഷൻ ക്ലാസ് പാനൽ ബോഡി, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച സംഗതിയാണ്. പാനൽ ബോഡി ടെക്സ്റ്റ്, അതുപോലെ തന്നെ പാനൽ ഫൂട്ടറും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫൂട്ടർ ടെക്സ്റ്റ്. അപ്പോൾ ഇത് പാനൽ ഹെഡിങ്, ഇത് പാനൽ ബോഡി, പാനൽ ഫൂട്ടർ. ഇത് രണ്ടും കൂടെ ഞാൻ ഒരു ഡിവിഷന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഒന്നാ. ഇത് മുഴുവനായിട്ടാണ് കൊളാപ്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ID എവിടെ വരും? ഈ ഡിവിഷൻ ID വരും. ഓക്കെ, ഇവിടെ ID നെയിം എന്ന് വരും. പിന്നെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പാനൽ കൊളാപ്സ്, പാനലിനായിട്ടുള്ള ഒരു ക്ലാസ് ആണ്. വീണ്ടും ഒരു കൊളാപ്സ് എന്ന് പറയുന്ന ക്ലാസ്സും നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, നേരത്തെ ഇവിടെ നമ്മൾ ഒരു ID ആഡ് ചെയ്തു, ഒരു ക്ലാസ്സും കൊളാപ്സ് എന്നുള്ള ക്ലാസ് ആണ്. ഇവിടെ ഒരു ID നമ്മൾ ആഡ് ചെയ്തു, ഒരു കൊളാപ്സ് എന്ന് പറയുന്ന ക്ലാസ്സും നമ്മൾ ആഡ് ചെയ്തു. അതിനും പുറമെ പാനൽ കൊളാപ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, സിമ്പിൾ. മൊത്തത്തിൽ ഒരു പാനലും. ഇനി ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പാനലിന്റെ ബോഡി ടെക്സ്റ്റും പാനൽ ഫൂട്ടർ ടെക്സ്റ്റും വന്നു. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആള് മുകളിലോട്ട് തന്നെ പോകും. ഒന്നുമില്ല, ഇത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് ആവശ്യമുള്ള സംഗതികൾ കൊടുത്തു. പിന്നെ ഈ രണ്ട് പാനൽ ബോഡിയും പാനൽ ഫൂട്ടറും നമ്മൾ ഡിവിഷനുള്ളിൽ ഇട്ട് കൊടുത്ത് അതിന് IDയും ക്ലാസ്സും കൊടുത്തു. അത്രയും. ഓക്കെ, ഇനി നമുക്ക് ഒരു ലിസ്റ്റ് ഗ്രൂപ്പ് കൂടെ പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഇതും അതുപോലെ തന്നെ ഉള്ളൊരു സംഗതിയാണ്. നമുക്ക് ഒരു കൂടി ചെയ്യാം, അപ്പൊ പരിചയപ്പെടാം. ഡിവിഷൻ ക്ലാസ് പാനൽ ഡിഫോൾട്ട്, അതിൻ്റെ ഉള്ളൊരു ഡിവിഷൻ ക്ലാസ് പാനൽ ഹെഡിങ്. നേരത്തെ ചെയ്ത എക്സാക്ട് സെയിം സംഗതിയാണ് ചെയ്യുന്നത്. അതിനുള്ളിൽ നമ്മൾ എന്നിട്ട് ഇവിടെ നമുക്കൊരു പേര് വേണം. പേരെന്ത് കൊടുക്കും? പേരിന് മുമ്പ് ഹാഷ് ഐക്കൺ വേണം. ലിസ്റ്റ് നെയിം എന്ന് കൊടുത്തു. ഡാറ്റ ടോഗിൾ ഈക്വൽ ടു കൊളാപ്സ്. എന്നിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടേണ്ട ടെക്സ്റ്റ് എന്താണ്? കൊളാപ്സ് ലിസ്റ്റ് എന്നായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ പാനൽ ഹെഡിങ് നമ്മൾ കഴിഞ്ഞു. ഇനി കൊളാപ്സ് ചെയ്യപ്പെടേണ്ട ഭാഗമാണ്. അത് നമ്മൾ ഡിവിഷന്റെ ഉള്ളിലാണ് ആഡ് ചെയ്തത് അല്ലെ? അതിന്റെ ഉള്ളിൽ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? ഒരു ലിസ്റ്റാണ്, ലിസ്റ്റ് ഗ്രൂപ്പാണ്. അപ്പൊ ലിസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് UL പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. റൈറ്റ്, UL ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഐറ്റം വേണം, എല്ലാ ലിസ്റ്റ് ഐറ്റമാണ് നമ്മൾ ആഡ് ചെയ്തതിന്. അതുപോലെ തന്നെ ലിസ്റ്റ് ഗ്രൂപ്പ് ഐറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഐറ്റം, അങ്ങനെ ഒരു 3 നമ്മൾ ആഡ് ചെയ്തു. സെക്കൻഡ് ഐറ്റം, തേർഡ് ഐറ്റം. ഓക്കെ, അപ്പോൾ 3 ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഒരു ലിസ്റ്റ് ഇപ്പോൾ അതിനുള്ളിലുണ്ട്. വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു പാനൽ ഹെഡിങ് ആഡ് ചെയ്തു, ഇവിടെ ഡിവിഷൻ നമ്മൾ ആഡ് ചെയ്തു, അതിനുള്ളിൽ നമ്മൾ ഒരു ലിസ്റ്റ് ആഡ് ചെയ്തു. ഇനി ഈ ഡിവിഷൻ ഇതാണ് കൊളാപ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഒരു ID കൊടുക്കണം. ഏത് ID ആണ് നമ്മൾ കൊടുക്കേണ്ടത്? സിമ്പിൾ, നേരെ എഴുതിയ സംഗതി തന്നെ, ലിസ്റ്റ് നെയിം. പുറമെ നമുക്കൊരു ക്ലാസ് കൊടുക്കണം. ഏത് ക്ലാസ്സാണ് കൊടുക്കേണ്ടത്? നേരത്തെ കൊടുത്ത അതേപോലെ തന്നെ പാനൽ കൊളാപ്സ്, പുറമെ മറ്റൊരു ക്ലാസ്സും കൊളാപ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിങ്ങളെ ലിസ്റ്റ് കൊളാപ്സ് ലിസ്റ്റ് പാനൽ ഇവിടെ കാണാം. ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ ലിസ്റ്റ് ഇവിടെ കാണാം. ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം, തേർഡ് ഐറ്റം. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, കാണാം. ഇനി നമ്മൾ ഇതിനുള്ളിൽ
അപ്പൊ ഈ ഡിവിഷനുള്ളിൽ ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ആഡ് ചെയ്ത പോലെ ഈ ഫൂട്ടർ ഇതിനുള്ളിൽ ആഡ് ചെയ്തു നോക്കാം. ഓക്കെ, ലിസ്റ്റ് ഫൂട്ടർ ടെക്സ്റ്റ് നോക്കട്ടെ, ലിസ്റ്റ് പാനൽ ഫൂട്ടർ ടെക്സ്റ്റ്. അപ്പൊ ഇതിനുള്ളിലാണ്, ഈ ഡിവിഷന്റെ ഉള്ളിലാണ്. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ലിസ്റ്റ് പാനൽ ഫൂട്ടർ ടെക്സ്റ്റ് അവിടെ ഉണ്ട്. ഇനി ഇതിനെ ഞാൻ ഇതിന്റെ പുറത്തിട്ടു, അഥവാ കൊളാപ്സ് ചെയ്യുന്ന ലിസ്റ്റിന്റെ ഉള്ളിലല്ല നമ്മൾ വെച്ചത്. സോറി കൊളാപ്സ് ചെയ്യുന്നത് ഇത്രയും ഭാഗമാണ് അല്ലെ, ഇതിന്റെ ഉള്ളിലുള്ളത് കൊളാപ്സ് ആവും. ഇത് അതിന് പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടോ, കൊളാപ്സ് ലിസ്റ്റ് ഉണ്ട്, ലിസ്റ്റ് പാനൽ ഫൂട്ടർ ടെക്സ്റ്റ് പുറത്ത് തന്നെ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ നടുവിലുള്ള മറിഞ്ഞു കിടക്കുന്ന ഭാഗം വരും. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് പോകും. സോ ഈ രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ പല കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. കൊളാപ്സിബിളിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത വീഡിയോയിൽ അക്കോർഡിയനെ കുറിച്ച് പറയാം. അതും കൊളാപ്സിബിളിന്റെ മറ്റൊരു ഐറ്റം തന്നെയാണ്. ഇതിന്റെ കുറച്ചും കൂടെ ഒരു ഡെവലപ്പ്, ഒരു അല്പം കൂടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ അക്കോർഡിയൻ ഉണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഇഷ്ടം രേഖപ്പെടുത്താൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.